ചന്തുവിൻ്റെ ആ നിൽപ്പ് മഹിയെ ഭയപ്പെടുത്താൻ തുടങ്ങി. ചന്തു ശ്വാസമൊന്നാഞ്ഞു വലിച്ചു. പിന്നെ മെല്ലെ അകത്തേക്ക് ചുവടുകൾ വച്ചു. അവൾ മഹിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. മഹിയുടെ ഉള്ളൊന്ന് വിറച്ചു. അവളുടെ അടുത്ത നീക്കം എന്താണെന്നറിയാതെ അവൻ ഉൾക്കിടലത്തോടെ നിൽക്കുകയാണ്. ചന്തു ബെഡിനരികെ വന്നു നിന്നു. അവളുടെ കിടപ്പ് നോക്കി. കണ്ണുകൾ അടച്ച് ഉറങ്ങുന്നത് പോലെയാണ് കിടപ്പ്. നിലത്ത് ഇന്നറടക്കം ചിതറിക്കിടപ്പുണ്ട്. അവൾ ലച്ചുവിനെ ഒന്ന് തട്ടി. ഉറക്കത്തിൽ ഞെട്ടുന്നത് പോലെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിൽ നിൽക്കുന്ന ചന്തുവിനെ കണ്ട് അവൾ ഞെട്ടലോടെ ബെഡ്ഷീറ്റ് പുതച്ചുകൊണ്ട് എണീറ്റിരുന്നു. അത് ഞാൻ പിന്നെ അവൾ വിക്കലോടെ ചന്തുവിനെ നോക്കി. ഒന്നും അറിഞ്ഞോണ്ടല്ല, പറ്റിപ്പോയി. മഹിയേട്ടനല്ല, ഞാനാ. എനിക്ക് മഹിയേട്ടനോടുള്ള ഇഷ്ടം അതാണ് ഇവിടെ കൊണ്ടെത്തിച്ചത്. ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. ഞങ്ങളോട് ചന്തു കൈ വലിച്ച് ഒരെണ്ണം അങ്ങ് പൊട്ടിച്ചു. ലച്ചു ബെഡിലേക്ക് വീണുപോയി. അത്രയും ശക്തിയിലായിരുന്നു ആ അടി. മഹി ഞെട്ടിപ്പോയി. ചന്തു അവളെ വലിച്ചു പൊക്കി. അവളുടെ മുടിയിൽ പിടിച്ച് മുഖം നേരെ പിടിച്ചു. നീ എന്താടി പറഞ്ഞത്? അബദ്ധം പറ്റിയെന്നോ? ആർക്ക്? എൻ്റെ മഹിയേട്ടനോ? അവളുടെ കൈ വീണ്ടും ഉയർന്നു താണു. ലച്ചു വിശ്വസിക്കാൻ കഴിയാതെ ഇരുന്നു പോയി. നീ ഒരു പെണ്ണ് തന്നെയാണോടി? ലക്ഷ്യം നേടാൻ ഇത്രയും തരംതാണൊരു പ്രവൃത്തി. ഛേ! ദേഷ്യം തീരാതെ ചന്തു അവളുടെ കവളിൽ ഒരെണ്ണം കൂടി കൊടുത്തു. നീ എന്താടി കരുതിയത്? ഇങ്ങനെ ഒരു നാടകം നീ കളിച്ചാ ഞാൻ എൻ്റെ മഹിയേട്ടനെ സംശയിക്കുമെന്നോ? ഞാൻ എൻ്റെ മഹിയേട്ടനെ വെറുക്കുമെന്നോ? ആ മനുഷ്യൻ എന്താണെന്ന് എനിക്ക് നീ പഠിപ്പിച്ചു തരണ്ട. ഇനി നീ ജനിച്ച പടി മുന്നിൽ വന്ന് നിന്നാലും എൻ്റെ മഹിയേട്ടൻ നിന്നെ ആ ഒരു രീതിയിൽ കാണില്ല. അവളുടെ ആ വാക്കുകൾ മഹിയുടെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെ കണ്ണുകൾ ഒരു മാത്ര നിറഞ്ഞു തുളുമ്പി. അവൻ്റെ ഹൃദയം തന്നെ തുളുമ്പി. എടി, എന്നെ ഇങ്ങനെ കണ്ടിട്ടും നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞാൻ എന്നെ തന്നെ മഹിക്ക് സമർപ്പിച്ചു. ചന്തുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൾ ലച്ചുവിൻ്റെ കവളിൽ മാറി മാറി അടിച്ചു. എടി, എൻ്റെ അനിയത്തിയുടെ പ്രായം മാത്രമുള്ള നീ എന്തൊരു വൃത്തികെട്ടവളാണ്. പെണ്ണുങ്ങൾക്ക് തന്നെ അപമാനം. സ്വന്തം ശരീരം ഒരുവന് സമർപ്പിച്ചു പോലും. നിന്റെ നാവ് എങ്ങനെ പൊന്തുന്നു ഇങ്ങനെയൊക്കെ പറയാൻ? നിന്റെ ചുണ്ടെങ്ങനെയാ പൊട്ടിയത്? ചോര ഉണങ്ങി ഇരിപ്പുണ്ടല്ലോ. അവളുടെ മുഖമൊന്ന് തെളിഞ്ഞു. ആ, അതാ നിന്റെ വിശ്വാസം ഇപ്പം എന്തായി? ഞങ്ങളുടെ ഫിസിക്കൽ റിലേഷനിൽ രാത്രി സംഭവിച്ചതാണത്. വിജയ ചിരിയോടെ ലച്ചു അത് പറയുമ്പോൾ മഹിയുടെ നിയന്ത്രണം വിട്ടുപോയി. വീണ്ടും ഒരെണ്ണം കൂടി. നിന്നിൽ നിന്നും ഈ ഉത്തരം പ്രതീക്ഷിച്ച് തന്നെയാ ഞാനത് ചോദിച്ചത്. ഇന്നലെ നിനക്ക് മഹിയേട്ടൻ കൈ നിവർത്തി 2 തന്നു. അതിൻ്റെ ശേഷിപ്പാ ആ കാണുന്നത്. പുച്ഛത്തോടെ ചന്തു പറയുമ്പോൾ ലച്ചു ഞെട്ടി. ഒപ്പം മഹിയും. അവൻ ഞെട്ടിയത് അതിത്രയും കൃത്യമായി അവൾ മനസ്സിലാക്കിയതിലാണ്. ഞാനിവിടെ വരുമ്പോൾ തന്നെ നിന്റെ കവിളിലെ കരിനീലിച്ച പാട് ഞാൻ കണ്ടു. ഇവിടെ നിന്നെ തല്ലാൻ ഒരാളെയുള്ളൂ, എൻ്റെ മഹിയേട്ടൻ. പിന്നെ ഞാൻ ഓട്ടോയ്ക്ക് വരുന്നത് കണ്ട നീ ഞങ്ങളെ തെറ്റിക്കാൻ ചെയ്തതാണ് ഈ വൃത്തികെട്ട നാടകം. മഹിയേട്ടൻ റൂം ലോക്ക് ചെയ്യാത്തതും ബാത്റൂമിലായിരുന്നതും നിനക്ക് സൗകര്യമായി. നിന്റെ നാടകം എൻ്റെ അടുത്ത് വില പോകില്ല ലച്ചു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ മഹിയേട്ടനെ സംശയിക്കില്ല. നീയെന്നല്ല, ആര് വിചാരിച്ചാലും ഞാൻ മഹിയേട്ടനെ വിട്ടുപോകില്ല.
മഹിയേട്ടൻ പറയാതെ. അവൾ ആ കൂട്ടിച്ചേർത്തത് അവൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു. പൊന്നുമോൾ ഊരിയെറിഞ്ഞതൊക്കെ എടുത്തുകൊണ്ട് സ്ഥലം കാലിയാക്ക്. എനിക്കെൻ്റെ മഹിയേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങൾക്കിടയിൽ ജോക്കറാകാൻ നിൽക്കാതെ മോള് ചെല്ല്. പുതിയ പുതിയ പ്ലാൻ തയ്യാറാക്ക്. ഇതുപോലുള്ള ചീപ്പ് ഐഡിയ അല്ലാതെ കുറച്ച് സ്ട്രോങ് ആയത് കൊണ്ടുവാ. എന്നാലല്ലേ ഒരു ത്രില്ലുള്ളൂ. പുച്ഛത്തോടെ ചന്തു അവളെ നോക്കി. എടീ, ഇറങ്ങിപ്പോടി. ചന്തു അവളെ പിടിച്ചു തള്ളി. അവൾ ഭിത്തിയിൽ ഇടിച്ചു നിന്നു. അവളുടെ കണ്ണുകളിൽ അഗ്നി ആളിക്കത്തി. ഇല്ലടി, ഇവൻ്റെ കൂടെ സ്വസ്ഥമായി പൊറുക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. തീർത്ത് കളയും ഞാൻ നിന്നെ. പെട്ടെന്ന് അവളുടെ കഴുത്തിൽ ഒരു കൈ മുറുകി അവളെ ചുമരിലേക്ക് ചേർത്തുയർത്തി. ചന്തു ഞെട്ടലോടെ നോക്കി. മഹി. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. അവൻ്റെ ചെന്നീല ഞരമ്പ് പിടച്ചുയർന്നു. ലച്ചുവിൻ്റെ കാലുകൾ പിടച്ചു തുടങ്ങി. മഹിയേട്ടാ, വേണ്ട വേണ്ട, വിട്. എന്നിട്ടും അവൻ്റെ കൈകളെ വിടുവിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മഹിയേട്ടാ, പ്ലീസ് അവളെ വിട്. അവൾ അവനെ കുലുക്കാൻ തുടങ്ങി. മഹി അവളെ ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് അപേക്ഷാഭാവം. മഹിയുടെ കൈകൾ അയഞ്ഞു. ലച്ചു നിലത്തെ കൂർന്നു വീണു. ചന്തു അവളെ നോക്കി. ചാകാൻ നിൽക്കാതെ ഇറങ്ങിപ്പോടി. ചന്തു അലറിപ്പോയി. വാതിലിൽ നിൽക്കുന്ന ഉമ്മ. അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. ബഹളം കേട്ട് ഓടി വന്നതാണവർ. മോളെ. ചന്തു തിരിഞ്ഞു. വല്യമ്മേ, മോളെ, മോള് ക്ഷമിക്കണം. ഇവളിവിടേക്ക് ഓടി വരുമ്പോൾ ഞാൻ കണ്ടതാ. പക്ഷെ ഇങ്ങനെ ഒരു ചതിക്കാണ് ഇവൾ മുതിരുന്നത് എന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. ഇവളിവിടെ വന്നതിൻ്റെ തൊട്ട് പിന്നിൽ ഇവിടെ വന്നതിൻ്റെ തൊട്ടു പിന്നിലാണ് മോളും വന്നത്. അല്ലാതെ ഇവൾ പറയുന്നത് പോലെ ഒന്നും. വല്യമ്മേ, എനിക്കെൻ്റെ മഹിയേട്ടനെ പൂർണ്ണ വിശ്വാസമാണ്. മഹിയേട്ടനെ പറ്റി ആരും ഒന്നും പറഞ്ഞു തരണ്ട എനിക്ക്. അവൾ തീർത്തു പറഞ്ഞതും ഉമ അകത്തേക്ക് കയറി. നിലത്ത് കുഴഞ്ഞിരിക്കുന്ന മോളെ കണ്ട് അവർ വിറച്ചു. അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ചുയർത്തി അവളെ തലങ്ങും വിലങ്ങും തല്ലി. എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ മഹാപാപി. അവർ അവളെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. ചന്തു അവളുടെ ഡ്രസ്സുകൾ ചുരുട്ടി പുറത്തേക്കെറിഞ്ഞു. ഡോർ ലോക്ക് ചെയ്തു. അവൾ തിരിഞ്ഞതും മഹി പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ചന്തു ഞെട്ടിപ്പോയി. താങ്ക്സ് ഫോർ എവറിത്തിങ്. അവൻ്റെ നേർത്ത ശബ്ദം അവളുടെ കാതിൽ. അവൻ്റെ ശ്വാസം അവളുടെ കാതിൽ. അതവളെ കോരിത്തരിപ്പിച്ചു. അവൻ പെട്ടെന്ന് അവളിൽ നിന്നും പിന്മാറി തിരിഞ്ഞു. അപ്പോൾ അവൻ്റെ മുഖം വളരെ മനോഹരമായിരുന്നു. 1000 നക്ഷത്രങ്ങൾ ഒന്നിച്ച് തെളിഞ്ഞ പോലെ. അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നതും ചന്തു ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ ബെഡിലേക്കിരുന്നു. ഡ്രസ്സിംഗ് റൂമിലെത്തിയ മഹി കണ്ണാടിയിൽ നോക്കി നിന്നു. അബദ്ധം പറ്റിയെന്നോ? ആർക്ക്? എൻ്റെ മഹിയേട്ടനോ? ആ മനുഷ്യൻ എന്താണെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരണ്ട. ചന്തുവിൻ്റെ വാക്കുകൾ ഓരോന്നായി അവൻ്റെ കാതിൽ അലയടിച്ചു. അവളുടെ രൂപവും ഭാവവും ലച്ചുവിനോടുള്ള അവളുടെ പെരുമാറ്റവും അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിയിച്ചു. ചന്തു, നീ എന്നെ ഇത്രമാത്രം മനസ്സിലാക്കിയിരുന്നോ? എനിക്കിപ്പോൾ അവൻ്റെ ചുണ്ടുകൾ വിടർന്നു. അവൻ്റെ ഉള്ളിൽ അവളുടെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ തെളിഞ്ഞു നിന്നു. അവൻ റൂമിൽ വരുമ്പോൾ അവൾ ബാത്റൂമിലാണെന്ന് മനസ്സിലായി. അവന് അവളോട് എന്തൊക്കെയോ പറയാനുണ്ട്. പക്ഷേ അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടതും അവൻ്റെ നെഞ്ചടിപ്പ് കൂടി. ഇതിപ്പോൾ ആദ്യമായാണ് ഇങ്ങനെ എന്നവൻ ഓർത്തു. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവനും. അനിയത്തിക്ക് എങ്ങനെയുണ്ട്? അവൻ മെല്ലെ ചോദിച്ചു. കുഴപ്പമില്ല മഹിയേട്ടാ. രഘുവങ്കിൾ എല്ലാറ്റിനും മുന്നിൽ തന്നെയുണ്ട്. ഞങ്ങൾ എന്ത് പുണ്യം ചെയ്തിട്ടാന്നറിയില്ല. അവനൊന്ന് മന്ദഹസിച്ചു. ഞാൻ അമ്മയോട് ഓഫീസിലൊരു എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ വന്നത്. വേഗം പോണം. ഡിസ്ചാർജ് 3 ദിവസം കൂടി കഴിഞ്ഞേ ഉണ്ടാകൂ.
അവർ നാട്ടിൽ പോകുന്നതുവരെ എനിക്ക് അവരുടെ കൂടെ നിന്നേ പറ്റൂ. ഞാൻ മഹിക്ക് പെട്ടെന്ന് എന്തോ പോലെ തോന്നി. പക്ഷേ അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ അങ്ങനെ പോയത് അവളെ കുറച്ച് വേദനിപ്പിച്ചു. അവൾ എന്നിട്ടും പെട്ടെന്ന് റെഡിയായി റിസോർട്ടിലേക്ക് പോകാനായി റൂം പൂട്ടി താഴേക്കിറങ്ങി. അവളെ കാത്തെന്ന പോലെ സ്റ്റെപ്പിന് പകുതിയിൽ ദത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൾ അവനെ കണ്ട് ഒഴിഞ്ഞു നടക്കാൻ തുടങ്ങി. അവളുടെ എതിർ സൈഡിലൂടെയുള്ള വരവ് കണ്ട് അവൻ കൈ നിവർത്തി വെച്ച് അവളെ നോക്കി. അവൾ അടുത്തെത്തിയിട്ടും അവൻ കൈമാറ്റിയില്ല. അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. കൈമാറ്റ്, എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? ഞാനിവിടെ കാത്തു നിന്നത് നിന്നെ ഒന്ന് വിശദമായി പരിചയപ്പെടാനല്ലേ. അവൻ താടി ഒഴിഞ്ഞു. അവൻ്റെ വഷളൻ നോട്ടം അവളിൽ അറപ്പുണ്ടാക്കി. അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി. പെട്ടെന്നവൻ കാലു വെച്ച് അവളെ ലോക്കിട്ടു. നീ മിടുക്കിയ, ഉടുമ്പ് പിടിച്ച പോലെ പിടിച്ചേക്കുക അല്ലേ? മനസ്സിലായില്ല. അല്ല, ഞങ്ങളുടെ ബ്രോയെ മയക്കിയെടുത്തേക്കുക അല്ലേന്ന്. അതിനുള്ളതൊക്കെ നിനക്കുണ്ട്. അവൻ്റെ കൈകൾ അവളുടെ അരയിൽ മുറുകി. അവളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. ചന്തുവിൻ്റെ കണ്ണുകൾ തീയായി. കൈയെടുക്കടാ, ഇല്ലെങ്കിൽ മുഖമടച്ചൊരടിയായിരുന്നു അവളുടെ മറുപടി. എടീ! അവൾ ദേഷ്യത്തോടെ കൈയൊന്ന് കറക്കി അവൻ്റെ താടിയെല്ലിന് ഒരെണ്ണം കൊടുത്തു. അവൻ നിലവിളിച്ചു പോയി. അനുവാദമില്ലാതെ ഒരു പെണ്ണിൻ്റെയും ശരീരത്തിൽ കൈവയ്ക്കരുത്. ഇനി നീ വയ്ക്കില്ല. അതിനുള്ള ഡോസാ ഇപ്പം ഞാൻ തന്നത്. അവൾ താഴേക്ക് നോക്കിയതും ദേവു ഞെട്ടി നിൽക്കുന്നതാണ് കണ്ടത്. അവൾ താഴേക്കിറങ്ങി ദേവുവിനെ നോക്കി കണ്ണുകൾ അടച്ചൊന്ന് ചിരിച്ചു. പിന്നെ അവളുടെ കവിളിലൊന്ന് തട്ടി. ആരും ഒന്നും അറിയണ്ട കേട്ടോ. ദേവു തലയാട്ടിയതും ചന്തു പുറത്തേക്കിറങ്ങിപ്പോയി. അവൾ വെറുപ്പോടെ തൻ്റെ സഹോദരനെ നോക്കി. ഛേ! അവൾ പോയതും ദത്തിൻ്റെ മുഖത്ത് അടിയേറ്റതുപോലായി. ഡാ, എന്താടാ പറ്റിയേ? വായിൽ നിറഞ്ഞ രക്തം തുപ്പി വായ കഴുകുന്ന ദത്തിനെ നോക്കി ദേവ് ടെൻഷനോടെ ചോദിച്ചു. ദത്ത് ഒന്നും മിണ്ടാതെ കണ്ണാടിയിൽ നോക്കി. പല്ലുകൾ കൊണ്ട് മുകൾ നിരയിലെ മോണയും ചുണ്ടും നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ട്. രക്തം നിൽക്കുന്നില്ല. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. പക്ഷേ പല്ല് അടിക്കാൻ പറ്റുന്നില്ല. പാവം. കുറച്ച് നിമിഷം കഴിഞ്ഞതും അവൻ ദേവിനെ നോക്കി. ഇനി അവളെ ഞാൻ വെറുതെ വിടില്ല. ഇഞ്ചിഞ്ചായി ഞാൻ അറിയും അവളെ. അവളുടെ നിലവിളി എൻ്റെ കാതിൽ അലയടിക്കണം. വിടില്ല ഞാൻ. അവൻ്റെ കണ്ണിൽ ക്രൂരത നിറഞ്ഞു. നീ ആരുടെ കാര്യമാടാ പറയുന്നേ? അവളുടെ, മാഹിയുടെ. എനിക്കവളെ വേണം ദേവ്. ഇന്നെങ്കിൽ ഇന്ന്. ഡാ, അതേടാ, ഒന്ന് തൊട്ടതിന് അവളിങ്ങനെയാണെങ്കിൽ ബാക്കിയൊക്കെ നടന്നാ എന്താകുമെന്നൊന്ന് അറിയണം എനിക്ക്. എടാ, അപ്പൊ അവളാണോ നിന്നെ? നമ്മുടെ ബ്രോയുടെ പെണ്ണ് മിടുക്കിയാടാ, മിടുമിടുക്കി. പക്ഷേ ഈ ദത്തിനെ അവൾക്കറിയില്ലല്ലോ. അറിയിച്ചു കൊടുക്കാം ഞാൻ. അവൻ്റെ മുഖം പൈശാചികമായി മാറുന്നത് കണ്ട് ദേവ് മിണ്ടാതെ നിന്നു. ഓഫീസിലെത്തിയ മഹിക്ക് ഇരുപ്പുറയ്ക്കുന്നില്ല. അവന് ചന്തുവിനെ കാണാൻ തോന്നുന്നു. അവളോട് എന്തൊക്കെയോ മിണ്ടാൻ തോന്നുന്നു. അവൻ ഫോൺ എടുത്തു. അങ്കിൾ. എന്താ മോനെ? അവിടെ എന്താണ് സിറ്റുവേഷൻ? കുഴപ്പമില്ല മോനെ, എല്ലാം ഓക്കെയാ. അയാളുടെ ആവശ്യം അവിടെ ഉണ്ടോ അങ്കിൾ? ആരുടെ? ചന്തുവിൻ്റെ. രഘുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇവിടെ ആരുടെ ആവശ്യമില്ല മോനെ, നിനക്കറിയില്ലേ. എന്താ മോനെ? അത് അങ്കിൾ, അക്കൗണ്ട് സെക്ഷൻ കുറച്ച് വീക്കാണ്. അയാളൊന്ന് വന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ പറയാം മോനെ. ശരി അങ്കിൾ.
അയാൾ എന്തോ ഓർത്ത് ചിരിയോടെ ചന്തുവിൻ്റെ അരികിലേക്ക് നടന്നു. മോളെ. എന്താ അങ്കിൾ? മോളെ മഹിയാണ് വിളിച്ചത്. ഓഫീസിൽ കുറച്ച് പെൻഡിങ് വർക്കുണ്ട്. മോൾക്കൊന്ന് പോയി വരാമോ? അവൾ അമ്മയെ നോക്കി. പോയിട്ട് വാ മോളെ, ഇവിടെ ഇപ്പോൾ ആവശ്യമൊന്നുമില്ലല്ലോ. വൈകുന്നേരമേ പവിയെ ഒന്ന് കാണാനും പറ്റുള്ളൂ. പിന്നെന്തിനാ ജോലി കളയുന്നേ? പോയിട്ട് വാ. എന്നാ മോള് ചെല്ല്, പാർക്കിങ്ങിൽ ഡ്രൈവറുണ്ട്. അവൾ തലയാട്ടി നടന്നു നീങ്ങി. മഹിയുടെ കണ്ണുകൾ CCTV വിഷ്വൽസിലാണ്. അവൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണവൻ. അവൾ വന്നിറങ്ങുന്നത് കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി. പുറത്ത് തൊട്ട് ക്യാബിനിൻ്റെ അടുത്ത് എത്തുന്നത് വരെ അവൻ കണ്ണുകൾ ചിമ്മാതെ അവളെ നോക്കിയിരുന്നു. അവൾ ഡോറിൽ മുട്ടിയതും അവൻ ലാപ്ടോപ്പ് അടച്ച് നേരെയിരുന്നു. അവൾ അകത്തേക്ക് വന്നതും മഹിയുടെ ഹൃദയം ഒന്ന് തുള്ളിക്കുതിച്ചു. AC-യിലും അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. മഹിയേട്ടാ. ആ, ഇരിക്കടോ. കുറച്ച് പെൻഡിങ് വർക്കുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് തന്നിട്ട് താൻ പോയിക്കോ. അത്രയും എമർജൻസി ആണ്ടാ വിളിച്ചത്. അത് മനസ്സിലായി മഹിയേട്ടാ, തന്നോളൂ, ഞാൻ ക്ലിയർ ചെയ്യാം. അവൻ തൻ്റെ ലാപ്ടോപ്പ് അവൾക്ക് മുന്നിലേക്ക് നീക്കിക്കൊടുത്തു. അവളുടെ കണ്ണുകൾ അതിലേക്ക് പോയതും അവൻ അവളിൽ തന്നെ ലയിച്ചു. അവളുടെ പീലി നിറഞ്ഞ കണ്ണുകളുടെ ചലനം അതവൻ്റെ നെഞ്ചിലേക്കാണ് കയറിയത്. നീണ്ട മൂക്ക്, ഇളം നിറത്തിൽ വിടർന്ന ചുണ്ട്, അതിലേക്ക് കണ്ണുകൾ നീണ്ടതും അവനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ. അവളുടെ സൗന്ദര്യം മനസ്സിലേക്ക് ഒപ്പിയെടുത്തുകൊണ്ട് അവനിരുന്നത് എത്ര മണിക്കൂറുകളാണെന്ന് അവന് പോലും അറിയില്ല. വർക്ക് കഴിഞ്ഞ് അവൾ നോക്കുമ്പോൾ തന്നെ നോക്കി ചെറു പുഞ്ചിരിയോടിരിക്കുന്ന അവനെയാണ് കാണുന്നത്. മഹിയേട്ടാ. അവളുടെ വിളിയിൽ അവൻ ഞെട്ടി. ആ, കഴിഞ്ഞു. കഴിഞ്ഞോ? അതിൽ ചെറിയൊരു നിരാശ കലർന്നിരുന്നു. എന്നാ ഞാൻ ഡോ, ഇപ്പം ലഞ്ച് ടൈം ആയില്ലേ? ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് താൻ പോയിക്കോ. അയ്യോ ആണോ? എന്നാ നമുക്ക് കഴിക്കാം. അവൻ്റെ മുഖം വിടർന്നു. അവൻ പെട്ടെന്നെണീറ്റ് പുറത്തേക്ക് നടന്നു, പിന്നാലെ അവളും. റെസ്റ്റോറൻറ്റിലിരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. അവൻ ആസ്വദിച്ചത് ഭക്ഷണമായിരുന്നില്ല, അവളോടൊത്തുള്ള നിമിഷങ്ങളായിരുന്നു. ഒക്കെയും കഴിഞ്ഞ് അവൾ പോകുമ്പോൾ അവനിൽ എന്തോ ശൂന്യത അനുഭവപ്പെട്ടു. അതോടെ അവൻ നേരെ വീട്ടിലേക്ക് പോയി. അവൻ റൂമിൽ ചെല്ലുമ്പോൾ ദേവു വാതിൽ തന്നെ നിന്നു. അകത്തേക്ക് തലയിട്ടു. അത് എനിക്കൊരു കാര്യം. കയറി വാ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. എന്താ കാര്യം? ഇന്നൊരു സംഭവം ഉണ്ടായി. എന്ത്? രാവിലെ ചന്തുവിനോട് ദത്ത് മോശമായി പെരുമാറിയത് തുറന്നു പറഞ്ഞു അവൾ. മഹിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ കൊടുങ്കാറ്റുപോൽ അവളെ കടന്ന് താഴേക്ക് പോയി. റൂമിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ദത്തിനെ ഒറ്റ ചവിട്ടിനെ താഴേക്കിട്ടു. അവൻ പകച്ചുപോയി. മഹിയുടെ മുഖഭാവം കണ്ട ദത്ത് ഒന്ന് ഭയന്നു. നിലത്ത് കിടന്നവനെ ചവിട്ടിക്കൂട്ടി മഹി. അവന് നിലവിളിക്കാൻ പോലും സാവകാശം കൊടുക്കാതെ എടുത്തിട്ട് അലക്കി വെളുപ്പിച്ചു കളഞ്ഞു. നീ എൻ്റെ പെണ്ണിനെ തൊടും അല്ലേടാ? ആ ചോദ്യത്തിലാണ് അടിയുടെ കാരണം ദത്തിന് മനസ്സിലായത് തന്നെ. ദത്തിൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് അവൻ മുരണ്ടു. ഈ കൈകൊണ്ടല്ലേ എൻ്റെ പെണ്ണിനെ നീ തൊട്ടത്? മഹിയുടെ മുരൾച്ചയും എല്ല് പൊട്ടുന്ന ശബ്ദവും ഒന്നിച്ചു കേട്ടു. ദത്തിൻ്റെ നിലവിളി മുഴങ്ങി. അത് ഭിത്തിയിൽ തട്ടി പ്രതിഫലിച്ചു. അവൻ്റെ അലർച്ച കേട്ട് എല്ലാവരും ഓടി വന്നു. വന്നവർ വാതിലിൽ സ്റ്റക്കായിപ്പോയി. അത്രയും ഭയാനകമായ മുഖമായിരുന്നു അപ്പോൾ മഹിയുടേത്. അവരെ കണ്ടിട്ട് പോലും അവൻ ദത്തിനെ ഇടിച്ചു നിവർത്തി. അവൻ്റെ വായിലൂടെയും മൂക്കിലൂടെയും രക്തം ചീറ്റി. തടസ്സം പിടിക്കാൻ മുതിർന്ന ദേവിനും കൊടുത്തു ശരിക്കും. അതോടെ പിന്നെ ആരും മുന്നോട്ട് ചെല്ലാൻ തുനിഞ്ഞില്ല. നിലത്ത് രക്തം വാർന്നു കിടക്കുന്ന ദത്തിനെ നോക്കി അവൻ മുരണ്ടു.
ഇനി എൻ്റെ പെണ്ണിൻ്റെ നേർക്ക് വന്നാ കൊന്നു കളയും ഞാൻ. വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കൊടുങ്കാറ്റ് വേഗതയിൽ അവൻ പുറത്തേക്ക് പോയി. ലച്ചുവിൻ്റെ മിഴികൾ കത്തി. എൻ്റെ പെണ്ണ്. അവൾ ദേഷ്യത്തോടെ അകത്തേക്ക് പാഞ്ഞു കയറി. ഡാ, ഇനിയും സഹിക്കാൻ പറ്റില്ല. നാളെ നേരം പുലരുമ്പോൾ അവൾ ഈ ഭൂമിയിൽ ജീവനോടുണ്ടാകാൻ പാടില്ല. മഹാദേവനും ദേവദേവനും മുഖത്തോട് മുഖം നോക്കി. അതെ, അതാണ് വേണ്ടത്. രാത്രി ഏറെ വൈകി പാറുവും ശരത്തും തിരികെ എത്തിയപ്പോൾ അപ്പോഴാണ് ചന്തുവിൻ്റെ ഫോണിൽ ഒരു കോൾ. അവളതെടുത്തു. ചാന്ദിനിയല്ലേ? അതെ, ആരാണ്? നിങ്ങളുടെ ഹസ്ബൻഡിന് ഒരാക്സിഡൻറ്റ്. ആളിപ്പോൾ സിറ്റി ഹോസ്പിറ്റലാണുള്ളത്. വേഗം വരൂ. കോള് കട്ടായി. ചന്തു ഞെട്ടലോടെ തരിച്ചു നിന്നു.